ഇപ്പോഴും നമ്മൾ പാലക്കാടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നായിരുന്നു. നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. വേറൊന്നുമല്ല, അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, അവിടെ കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ മരുമോൻ ഇവിടെ ഇരുന്ന് അയ്യോ കാണുന്നില്ല, മരുമോനെ കാണുന്നുണ്ടോ? എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഇഡ്ഡലിയുണ്ട്, കടലുണ്ട്. ആ നമ്മള് സാമ്പാറുണ്ട്. കുഞ്ഞൂസിന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അല്ലേ, ഇന്നലെ ഒന്ന് എടുത്തിട്ട് വന്നായിരുന്നു. അത് കുറച്ച് സൈസ് വ്യത്യാസമായതുകൊണ്ട് അവനെ കൊണ്ടുപോയില്ല. ഇപ്പൊ അവനെ കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നായിരുന്നു. ഓക്കെ, എന്താ കണ്ണില് വെള്ളം വന്ന് കരയുന്നു, സങ്കടം വീഡിയോ കണ്ടിട്ടാ? എനിക്ക് ട്രാവൽ ചെയ്ത പ്രശ്നം, കണ്ണിക്കുള്ള വെള്ളം വരും. സർജറി ചെയ്യാറായി. അതെ, ഫുൾ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ കണ്ണ് കൂടുതൽ ഡ്രൈ ആയി. അതെ, കണ്ട അതൊരു വൈറ്റ് സംഭവം കാണിക്ക്. സർജറി ചെയ്താ ഒരു സർജറി കൂടി ചെയ്യണം. അപ്പൊ ടൈം നോക്കി ഇരിക്കണം. അതെ, അത് കാരണം വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യണം. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാരെ കണ്ണെന്താ പ്രശ്നം, ഇതാണ് പ്രശ്നം. കൂടുതൽ ഫുൾ ടൈം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ പുറത്ത് പോകുമ്പോൾ ഞാൻ മൊബൈൽ നോക്കാറില്ല. പക്ഷെ എഡിറ്റിങ്ങിന് കുറെ സമയമുണ്ട്. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് എന്നോട്, ശരീരം ഇളകാണ്ട് പണിയെടുക്കുകയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഒരുപാട് റിസ്ക് ഉണ്ട് കേട്ടോ. ഒരു കണ്ണ് സർജറി ചെയ്താൽ അടുത്ത് ചെയ്യണം. ഓരോരോ പ്രശ്നങ്ങളുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടില്ല. നമ്മളെ ഒരാൾ പറഞ്ഞാൽ ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയാണ്, കഷ്ടപ്പാടെന്ന് പറയില്ല. അപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് വെറുതെ ഒരു പണിയിലാണ്. ഇപ്പൊ ഈ അടുത്തും കൂടി വന്നില്ല, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ശരീരം അനങ്ങിയിട്ട് ചെയ്യും, കുഞ്ഞിനെ വിറ്റ് പൈസ ഉണ്ടാക്കണ്ട. കുഞ്ഞിനെ കുറെ ഷോർട്സ് ഇടുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവൻ അഭിനയിക്കട്ടെ, നമ്മൾക്ക് ഒരാളെ അവനൊക്കെ അഭിനയിച്ചിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും എത്തിപ്പെട്ട് വല്ല സിനിമയിലൊക്കെ ചാൻസ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ നല്ല നല്ല ക്യാരക്ടർ കൊടുക്കുന്നത്. അവനെ അഭിനയിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയിട്ട് കൂടുതൽ അല്ലേ നല്ല രീതിയിൽ നമ്മൾ ഇതാക്കാൻ നോക്കുകയാണ്. അതായത് കുഞ്ഞിന് ഷോർട്സിലൊന്നും പൈസ അധികം കിട്ടാറില്ല. കുഞ്ഞിനെ വിട്ട് പൈസ ഉണ്ടാക്കാൻ അങ്ങനെ ഓരോന്ന് പറയാറുണ്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇടുന്ന സമയത്ത് ലാലേട്ടനോ അല്ലെങ്കിൽ അവനൊക്കെ നല്ല കഴിവുണ്ട് അല്ലെ, കുഞ്ഞിനൊക്കെ നല്ല കഴിവുണ്ട്. നമുക്കത് ഒരുപാട് അവന്റെ കഴിവുകൾ പരമാവധി നമ്മള് അച്ഛനമ്മമാർ ചെയ്യേണ്ടത് അത് പരമാവധി പുറത്തെടുത്തിട്ട് ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. അപ്പൊ അതുകൊണ്ടാണ് ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ മോൻ ഇവിടെ ഭക്ഷണം കഴിച്ചു. ഇതെന്താ ഇവിടെ, ഇതാണോ പരിപാടി മോനെ? എപ്പോഴും കാണാറില്ല അല്ലേ? എപ്പോഴാ കാണല്? ഫുഡ് കഴിക്കുമ്പോ മാത്രം ഇടയ്ക്ക് കാണല്ലേ? അമ്മ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നാ പിന്നെ നമ്മളെ പെൺമക്കൾക്ക് സത്യം പറഞ്ഞ ഒരു പണിയും ഉണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇരിക്കുക, അവരെല്ലാം ചെയ്തോളും. ഏത് സീരിയലാണെന്നൊന്നും എനിക്കറിയില്ല. അമ്മ സ്ഥിരം കാണുന്നതാണ് അല്ലേ മാ? എപ്പോഴും കാണോ? 7 മണിക്ക് ഇരുന്ന 10 മണി വരെ കാണും. ഏതാണ്? പവിത്രം. നമുക്കറിയില്ല കേട്ടോ. അപ്പൊ മോൻ ഭക്ഷണം കഴിക്കട്ടെ. നമ്മുടെ പണി ഇത്തിരി കുറഞ്ഞല്ലോ മോനെ? അമ്മയുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കഴിക്കാം കേട്ടോ. കുറച്ച് കടലക്കറി, സാമ്പാർ, ഉരുളക്കിഴങ്ങ് കറി. ഇതിപ്പോ മാത്രം വേണമെന്നുണ്ട് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ കഴിഞ്ഞ ഷോർട്സ് ചെയ്തിട്ടായിരുന്നു, കുഞ്ഞൂസിന്റെ ഷോർട്സ്. എന്തായിരുന്നു? കള്ളന്റെ മകൻ പറഞ്ഞിട്ട്. അതിന് എന്ത് മെസ്സേജാ മോനെ കൊടുത്തത്? എന്താ അതിൽ ഉദ്ദേശിച്ചത്? കള്ളൻ എന്തെങ്കിലും തന്നെ നമ്മൾ അതൊന്നും വാങ്ങിക്കരുത് കേട്ടോ. ആ മെസ്സേജാണ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തത്. അതാണോ? അപ്പൊ ഒരു 100 റുപ്പീസോ അത് റോഡിൽ നിന്ന് കിട്ടിയിട്ട് മോൻ എന്താ ചെയ്തത്? പൈസ വെച്ചിട്ട് കല്ല് വെച്ചു. ഒന്നും അറിയില്ല. നമ്മൾ വെറുതെ വീഡിയോ ചെയ്യണം. മോൻ അത് അവന്റെ വീഡിയോ മാത്രം അവൻ കാണില്ല. വേറെ അച്ഛമാമന്റെ വീഡിയോ ഇരുന്ന് കാണും. നമ്മുടെ അല്ല വേറെ കുട്ടികളുടെ ഒക്കെ ഷോർട്സ് ഇരുന്ന് കാണും. ചില സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കാർട്ടൂണൊക്കെ. നമ്മുടെ വീഡിയോ മാത്രം നമ്മൾ നോക്കില്ല അല്ലേ? പക്ഷെ ആക്ട് ചെയ്ത് തരും. ആക്ട് ചെയ്ത് പറഞ്ഞാൽ ലാലേട്ടൻ കാണണം അല്ലെ? എങ്ങനെയെങ്കിലും ലാലേട്ടൻ കാണണം. അതെ, ഭയങ്കര ഇഷ്ടല്ലേ ലാലേട്ടനെ? ലാലേട്ടൻ താടിയൊക്കെ അവിടെ പോയി ഇപ്പോ. താടിയുള്ള ലാലേട്ടനാണോ താടി ഇല്ലാതെ ലാലേട്ടനാണോ? താടി ഉള്ളതാണ്. എന്തായാലും ഒരു ബിഗ് സ്ക്രീനിലെത്തി ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. നന്നായി അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ബിഗ് സ്ക്രീൻ പറഞ്ഞാൽ പോണം. ലാലേട്ടന്റെ മോനായിട്ട് അഭിനയിക്കണ്ടേ നമുക്ക്? ലാലേട്ടൻ മോനായിട്ട് അച്ഛാ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടണ്ടേ ലാലേട്ടൻ്റെ അടുത്ത്? അതിന് വേണ്ടിട്ടല്ലേ മോൻ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ചെയ്തേന്ന്. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ പൈസക്ക് വേണ്ടിട്ട് മോനെ, അവൻ എന്താണ് കഥ എന്താന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അതെ, പിന്നെ അവന്റെ ഒക്കെ സിംഗിൾ ഷോട്ടുകളായിരിക്കും. കുഞ്ഞിനെ മുന്നിൽ വെച്ച് നമ്മൾ ഒരിക്കലും ഷൗട്ട് ചെയ്യാറില്ല. അതെ, അത്
സങ്കടം കൊണ്ട് അവന്റെ ഫേസ് കണ്ട് ഭയങ്കര വിഷമം കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് മാട്ടെ, അങ്ങനത്തെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരാളെ മനസ്സ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് മറ്റൊരാളെ വിഷമിക്കണമെങ്കിൽ അത് നമ്മൾ നന്നായി ചെയ്യണം, ചെയ്യുന്നോണ്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ മോൻ ചെയ്യുന്നുണ്ട് വിചാരിക്കണം. അപ്പൊ മോനെ സപ്പോർട്ട് ചെയ്യാം. ഒരിക്കലും ഒറ്റ കുഞ്ഞിനെ വെച്ച് നമ്മൾ കാശ് ഉണ്ടാക്കൊന്നുമല്ല, അല്ലെങ്കിൽ ഷോർട്സിന് വേണ്ടിട്ട് അത്ര പൈസയൊന്നും നമുക്ക് ലക്ഷങ്ങൾ കിട്ടുന്നൊന്നുമില്ല. ഒരു ഷോർട്സ് ഓടിക്കഴിഞ്ഞാൽ ഞാൻ പറയാം 10 ലക്ഷം ഓടിക്കഴിഞ്ഞാൽ ഒരു 10-5 രൂപ കിട്ടും. അതിന് വേണ്ടിട്ട് അതെ നമുക്ക് ജനം എത്താൻ വേണ്ടിയിട്ടാണ് ഷോർട്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ നേരെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.